ഇനി അടുത്തൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് 3 സൈൻ 2x പ്ലസ് 2 കോസ് 2x. ഇവിടെ പി ഓഫ് 2 എന്താണ്? 2 ആണ് അല്ലെ. പി ഓഫ് എക്സ് എന്തായിരുന്നു? വൈന്റെ കോഎഫിഷ്യന്റ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ 2 ആണ്. അപ്പൊ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് എന്ത് വരും? 2x എന്ന് വരും. അതുപോലെ ആർ ഓഫ് എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് 3 സൈൻ 2x പ്ലസ് 2 കോസ് 2x ആണ്. അപ്പൊ ഇവിടെ ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഇതെന്താണ്? നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ലീനിയർ ആണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താ വരിക? y ഈക്വൽ ടു ഇ ടു ദ പവർ മൈനസ് ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ഇൻറ്റു ഇ ടു ദ പവർ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആർ ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി എന്ന് വരും. നോർമലായിട്ട് പി ഓഫ് എക്സിന്റെ വാല്യൂ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് എന്തായിരുന്നു? 2x ആയിരുന്നു അല്ലെ. ഇവിടെ കണ്ടുപിടിച്ചത് ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ 2x ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഓഫ് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലെയുള്ള ഒരു ഫംഗ്ഷൻ കിട്ടും. എന്നിട്ട് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പൊ എന്ത് കിട്ടും? ഇവിടുത്തെ 3 നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇ റേസ് ടു മൈനസ് 2x ഇവിടെ തന്നെ ഉണ്ട്. ഈ ഒരു ഫസ്റ്റ് ടേമിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? 3 പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇ റേസ് ടു 2x ഇൻറ്റു ഇ റേസ് ടു എക്സ് ഉണ്ട്. ഈ രണ്ട് ടേമും കൂടെ കൂടിയിട്ടുണ്ടാവും ഇ റേസ് ടു 3x ആവും ഇൻറ്റു സൈൻ 2x പ്ലസ് രണ്ടാമത്തെ ടേമിൽ നിന്ന് 2 പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ സെയിം ഇ റേസ് ടു 3x വരും ഇൻറ്റു കോസ് 2x dx പ്ലസ് സി എന്ന് വരും. അപ്പൊ ഇതിൽ എന്ത് ചെയ്യാം? ഈ ഒരു ഫസ്റ്റ് ഫംഗ്ഷൻ ഫസ്റ്റ് ഇന്റഗ്രൽ ഉണ്ടല്ലോ, ഇന്റഗ്രൽ ഇ റേസ് ടു 3x സൈൻ 2x dx എന്തായിട്ട് എടുക്കുക? I1 എന്ന് പറയുന്ന ഇന്റഗ്രൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ സെക്കൻഡ് ഇന്റഗ്രൽ ഇ റേസ് ടു 3x കോസ് 2x dx എന്താക്കിയിട്ട് എടുക്കുക? I2 എന്ന് പറയുന്ന ഇന്റഗ്രൽ ആയിട്ട് എടുക്കുക. അപ്പൊ എന്താ? I1 എന്താ വരിക? ഇന്റഗ്രൽ ഇ റേസ് ടു 3x സൈൻ 2x dx വരും. അപ്പൊ ഇതെന്ത് ചെയ്യാം? ഈ ഇന്റഗ്രേഷൻ നോർമൽ ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അങ്ങനെ ഇ റേസ് ടു 3x ഒരു ഫംഗ്ഷൻ ആണ്, സൈൻ 2x ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം ഇന്റഗ്രേഷന്റെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യുക. ഇത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ I1 എന്നുള്ള ഒരു ടേമും കൂടെ റൈറ്റ് സൈഡിൽ വരും. അപ്പൊ അത് ക്യാൻസൽ ചെയ്തിട്ട് ഫൈനലായിട്ട് ഇതിന്റെ ഒരു ഇന്റഗ്രലിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു I1 എന്ന് പറയുന്ന ഈ ഒരു ഇന്റഗ്രലിൽ എന്ത് കിട്ടും? 3 ഇ ടു ദ പവർ 3x ബൈ 13 ഇൻറ്റു സൈൻ 2x മൈനസ് 2/3 കോസ് 2x എന്ന് വരും. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്റഗ്രല് I2 ചെയ്യുമ്പോഴും, അതായത് ഇന്റഗ്രൽ ഇ ടു ദ പവർ 3x കോസ് 2x dx ഇ റേസ് ടു 3x ഒരു ഫംഗ്ഷൻ ആയിട്ടും കോസ് 2x അടുത്ത ഫംഗ്ഷൻ ആയിട്ടും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു ഇ റേസ് ടു 3x ബൈ 13 ഇൻറ്റു കോസ് 2x പ്ലസ് 2/3 സൈൻ 2x എന്ന് വരും. അപ്പൊ ഈ രണ്ട് ടേം ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് y ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? ഇ ടു ദ പവർ മൈനസ് 2x ഇൻറ്റു അല്ലെ 9 ഇ റേസ് ടു 3x, അതായത് ഓൾറെഡി ഒരു 3 ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട് അല്ലെ. അപ്പൊ ഈ 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ആവും. ഇ റേസ് ടു 3x ബൈ 13 സൈൻ 2x വരും. അതുപോലെ ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു 3 6 ഇ റേസ് ടു 3x ബൈ 13 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഈ ടേമും വരും. ഇനി ഇതിൽ എന്ത് ചെയ്യുക? സൈൻ 2xന്റെ കോഎഫിഷ്യൻസ് ഒന്നിച്ചെഴുതുക. അതുപോലെ കോസ് 2xന്റെ കോഎഫിഷ്യൻസ് ഒന്നിച്ചെഴുതുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു 9 ഇ റേസ് ടു 3x ഉം 4 ഇ റേസ് ടു 3x ഉണ്ട്. 9 പ്ലസ് 4 13 ഇ റേസ് ടു 3x ബൈ 13 എന്ന് വരും. അപ്പൊ ഈ ഒരു ടേം ചെയ്യുമ്പോൾ ഇ റേസ് ടു 3x ആയിട്ട് മാറും. ഇവിടെയോ 6 ഇ റേസ് ടു 3x മൈനസ് 6 ഇ റേസ് ടു 3x ആണ്. അപ്പൊ ഈ ഒരു ടേം തന്നെ കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ട് പോകും. അപ്പൊ എന്താ ഉണ്ടാവുള്ളൂ? ഇ റേസ് ടു മൈനസ് 2x ഇൻറ്റു ഇ റേസ് ടു 3x സൈൻ 2x പ്ലസ് സി എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരിക.